പ്രശ്നമില്ലെങ്കിലും കുടുംബമാണ് മുൻപിൽ. നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ കേരളത്തിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ അവിടെ ചുറ്റി നിന്ന് മൊബൈലിൽ വീഡിയോ എടുക്കും. ഈ പൊതു താല്പര്യത്തിനെതിരല്ല, പക്ഷെ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. വിദ്യാഭ്യാസമില്ലെങ്കിലും കുടുംബമാണ് മുൻപിൽ. നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ കേരളത്തിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ അവിടെ ചുറ്റി നിന്ന് മൊബൈലിൽ വീഡിയോ എടുക്കും. മിനിറ്റുകൾക്കകത്ത് അവരെ എടുത്ത് ആശുപത്രിയിലെത്തിക്കും. അവർക്ക് ഭയമില്ല. കേസ് വരുമോ, പ്രശ്നം വരുമോ, സാക്ഷി പറയുമോ, ഭയമില്ല. പക്ഷെ കേരളത്തിലെ മണകൊടാഞ്ചന്മാർക്ക് പേടിയാണ് ആ ശരീരത്തിൽ ഒന്ന് പോയി തൊടാൻ. എന്നെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് കമ്പയറിംഗ് ടു കേരളം, എവറിത്തിങ് ഈസ് ഫൈൻ ബെറ്റർ ഇൻ തമിഴ്നാട് നൗഡേയ്സ്. ഇവിടുന്ന് പച്ചക്കറി, അരി ഉൾപ്പെടെ പലതും ഞങ്ങളും തരണം മോനെ, ഞങ്ങളും തരണം. ഒരു വെള്ളത്തിന്റെ കഥ മാത്രം പറയരുത്. ഇഷ്ടംപോലെ പച്ചക്കറിയും സാധനങ്ങളും ഞങ്ങൾ തന്നാലേ നിങ്ങൾക്കും ഉള്ളൂ. കേരളത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്താണ് എന്നും പരനാറി വിജയൻ അല്ലെന്നോ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അതിൽ നിന്ന് മാറ്റി ചിന്തിക്കുന്നുണ്ടോ ജനങ്ങള്? ഈ രണ്ട് ഭരണവും കൊണ്ട് ജനങ്ങൾ എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? ഒന്നുമില്ലല്ലോ. അമ്മ ഉയർ അണ്ണൻ ഉയർ കാഴ്ചപ്പാട് തെറ്റ് തന്നെയാണ്. അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതുപോലെ കേരളത്തിലും തെറ്റാണ്. ഈ രണ്ട് പാർട്ടികളല്ലാതെ വേറെ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ട്? പിന്നെ കഞ്ചാവ്, മയക്കുമരുന്ന് കടത്തൽ, ഇതില് പിന്നിലാണ് തമിഴ്നാട്, മുന്നിലാണ് കേരളം. മനസ്സിലായോ? ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് തമിഴ്നാട്ടിൽ ഒരു കാലത്ത് കുടിയന്മാര് റോഡിന്റെ തലയിൽ കൂടെ മുണ്ടഴിച്ച് കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഇന്നോ തമിഴ്നാട്ടിലെ ആൾക്കാർ പറയണത് കുടിയൊക്കെ എടുക്കും എന്ന് പറഞ്ഞു കുടിക്കുന്നവരുടെ ലെവല് വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യങ് ജനറേഷൻ, അവരൊന്ന് സിഗരറ്റ് വലിക്കാൻ പോലും അവര് മടി കാണിക്കുന്നവരാണ്. മനസ്സിലായോ? ആ കണക്കിന് നോക്കുമ്പോ കേരളത്തിൽ ഇപ്പോ സിഗരറ്റ് മുതൽ ബീഡി മുതൽ വലിക്കാത്ത വ്യക്തികളില്ല. ഞങ്ങളുടെ തമിഴ്നാട്ടിൽ വളരെയേറെ കുറവാണിപ്പോ. സിഗരറ്റ് ഒക്കെ വലിക്കുന്നവര് ഭയങ്കര കുറവാണ്. അവർ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലിത് നശിപ്പിക്കും, നമ്മുടെ കുടുംബം നശിപ്പിക്കും. അങ്ങനെയുള്ള ചിന്തകളിലൂടെ വളർന്നു വരുന്ന ഒരു യങ് ജനറേഷൻ തമിഴ്നാട്ടിൽ ഇപ്പോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല മോനെ, വിവരം ഇല്ലല്ലോ. അതാണല്ലോ പ്രശ്നം. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് കൃഷിക്കൊക്കെ തമിഴ്നാട്ടില് MBA പഠിച്ചവൻ അന്തസ്സായിട്ട് കൃഷിയിടങ്ങളിൽ ഇറങ്ങി പണി ചെയ്യുന്നു. കേരളത്തില് MBA പഠിച്ചവൻ അമ്മ കൊടുക്കുന്ന ചോറും തന്ന് ദണ്ടച്ചോറായിട്ടിരിക്കും. അവന്റെ മുതുക് വിയർക്കുന്ന, അവന്റെ കോളർ കയർക്കുന്ന പണി അവൻ ഇറങ്ങി ചെയ്യോ? ആ ദുരഭിമാനം കേരളത്തിലെ മലയാളിക്കേ ഉള്ളൂ. തമിഴ്നാട്ടിലെ തമിഴനില്ല. അവന് വിയർപ്പ് ചിന്തി സമ്പാദിക്കുന്നതിലാണ് അവന്റെ ആത്മാഭിമാനം. കേരളത്തിൽ ഷർട്ട് ചുളുങ്ങുന്നതിലാണ് ആത്മാഭിമാനം. സോ നെവർ കമ്പയർ കേരളം വിത്ത് തമിഴ്. ഇങ്ങോട്ട് എത്രയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഉള്ള സത്യം പറയാം. പിന്നെ ഞാൻ എന്നെ ഒരുത്തൻ കുറെ വിളിച്ചു. ആ തെറി വിളിക്കുന്നതിന്റെ ഇടയിലും അവൻ 3 പ്രാവശ്യം റിപ്പീറ്റഡ്ലി പറഞ്ഞ ഓം നമ ശിവായ ഉണ്ട്. എന്നാന്നറിയോ? എടി മൈരേ, നിന്നെ എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ? മൈരേ, എടി മൈരേ, ഞാൻ ഇക്കണ്ടതെറിയൊക്കെ വിളിച്ചാലും നിന്നെ എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ മൈരേ. പിന്നെ ലൈൻ എത്ര പേരും ചോദിച്ചു. ഇങ്ങോട്ട് എത്രയെന്ന് എനിക്ക് അറിയില്ല. ഞാന് ചെന്നൈയിൽ ഇപ്പൊ എന്നെ വീഡിയോ കോൾ വിളിക്കുന്നില്ലേ, അവൻ എന്റെ ഒരു ലൈനാണ്. എന്നെ ഇങ്ങോട്ട് ലൈൻ അടിക്കുന്ന പയ്യനാണ്. അവൻ ലൈൻ അടിക്കാൻ തുടങ്ങിയത് 2016 മുതലാണ്. ഇപ്പൊ വർഷം 2025, 9 വർഷമായിട്ട് ലൈൻ അടിക്കുന്നുണ്ട്. പിന്നെ രജിത്ത് ഉണ്ട്, പിന്നെ ഒരു സജിത്ത് ഉണ്ട്, പിന്നെ ഒരു വേറെ ആരുണ്ട്, പിന്നെ വേറൊരു പയ്യനുണ്ട് രഞ്ജു, ഇപ്പോഴത്തെ സീരിയസ് ലൈന് രഞ്ജു ഉണ്ട്. പിന്നെ വേറെ ആരുണ്ട്? ഒരു അനിലുണ്ട് 5. പിന്നെ എന്റെ മാമന്റെ മോനുണ്ട് ബിജു, എന്റെ മാമന്റെ മോൻ സുരേഷ്. അത് രണ്ടും കെട്ടിയതാണ്. ബട്ട് സ്റ്റിൽ ദേ ആർ ഇൻ ലവ്. 5, 2, 7. പിന്നെ വേറെ ആരുണ്ട്? പിന്നെ സോഷ്യൽ മീഡിയന്ന് കുറെ ഉണ്ട്. സോഷ്യൽ മീഡിയ ആരെന്നൊന്നും ഞാൻ പറയത്തില്ല, കുറെ ഉണ്ട്. എന്തായാലും 1 ഡസനിൽ കൂടുതൽ ഇപ്പോഴും ലൈനിൽ ഇങ്ങോട്ടുണ്ട്. പിന്നെ എന്റെ ലൈൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉറപ്പായിട്ട് രഞ്ജു ആണ്. ഇപ്പൊ ഞാൻ അങ്ങനെ 6 വർഷത്തിനിപ്പോൾ എനിക്കൊരു ക്രഷ് തോന്നിയിട്ടുള്ളത്. ക്രഷല്ല, അവന്റെ ആ ഒരു അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും. എനിക്ക് അവനോട് സംസാരിക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ ഫീൽ കിട്ടുന്നുണ്ട് രഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ. ആൻഡ് അവന്റെ ക്യാരക്ടർ സെയിം ലൈക്ക് മീ.
എന്ന് വെച്ചാല് വന്നാ വരൽ വെക്കാൻ പോയാൽ ചിലവർ വെക്കാൻ ആ ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് അവൻ അതല്ലാതെ ഇതുവരെയ്ക്ക് പിന്നെ എന്നെ ധൈര്യമായിട്ട് വന്ന് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ഇവരൊക്കെയാണ്. അപ്രോച്ച് ചെയ്യാതെ ഇനി എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ വൃത്തികെട്ട രീതിയിലുള്ള ലവാണ്, അതായത് വൃത്തികെട്ട രീതിയിലുള്ള ലവാണ്, അതായത് ഭാര്യ ഭർത്താവിനെ വിളിച്ച്, ഭർത്താവ് ഭാര്യയെ വിളിച്ച് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്. അതാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് കേരളത്തോട് എനിക്കിപ്പോ വലിയ താല്പര്യമില്ല. എല്ലാവരെയും അല്ല, ബട്ട് നമ്മൾ കാണുന്നതില് കേരളത്തെക്കാൾ എത്രയോ മടങ്ങ് ഭേദമാണ് ഇപ്പോൾ തമിഴ്നാട്. ഒരുപാട് നല്ലത്. അത് സത്യമാണ് കേട്ടോ. എന്താണെന്നറിയോ, ഞാനിപ്പോ എന്റെ ഫ്രണ്ട് ജിതിൻ ഖത്തറില്, അവൻ കംഫർട്ടബിൾ ആയിട്ട് ഒരു റൂമില് തമിഴന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവന് ജോലി സ്ഥലം മാറിയപ്പോ റൂം മാറി ഒരു മലയാളിയുടെ കൂടെ. അവൻ സംസാരിക്കാൻ പോലും അവന് പേടിയാണ്. മലയാളി ചെരുപ്പിട്ട് വരാതെ, മലയാളി ചെരുപ്പിട്ട് വരാതെ. മലയാളി എന്ന് പറഞ്ഞാല് അറയ്ക്കുന്ന ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട് മലയാളിയുടെ ഈ ഒരു ബാഡ് ബിഹേവിയർ. എവിടെ പോയാലും പാര വെക്കുന്ന, ആർക്കിട്ട് കുത്താമെന്ന് ചിന്തിക്കുന്ന, ആരെ താറടിച്ച് കാണിക്കാമെന്ന് കാണിക്കുന്ന ആ ഒരു ലെവലിലേക്ക് മലയാളി മാറ്റപ്പെട്ടു. പണ്ട് മലയാളി എവിടെ പോയാലും ഒരു ചെയറ് കിട്ടും, ഇന്ന് മലയാളി എവിടെ പോയാലും ചെരുപ്പിന് ഏറ് കിട്ടും. അതാണ് ഡിഫറൻസ്. അതെ, അഫയേഴ്സ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ കേരളത്തിൽ ഇപ്പൊ എങ്ങനെയെന്ന് വെച്ചാല് കുറെ കൂടി മാറിപ്പോയി. എന്ന് വെച്ചാല് മീൻസ് ഞാൻ പോകും എന്നുള്ള ആ ഒരു ലെവലിലായിപ്പോയി. മനസ്സിലായ? ഞാൻ ആരുടെ കൂടെ പോയാല് നിനക്ക് എന്തെന്നുള്ള ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ചോദിക്കാറുണ്ട്, പക്ഷെ റിയൽ ലൈഫില് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അത് യൂട്യൂബിൽ നമ്മൾ യൂട്യൂബറായിട്ട് നിൽക്കുമ്പോ അതേടാ എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ആര് നീ എന്ന് ചോദിക്കും. പക്ഷെ നമ്മളിപ്പോ കേരളത്തിൽ കാണുന്നത് അങ്ങനെയല്ലപ്പ. കേരളത്തിൽ കാണുന്നത് വളരെ ആ ഒരു വാല്യൂ കുടുംബ ബന്ധങ്ങൾക്കും കൊടുക്കാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിനെ കെട്ടിറത്ത് നടക്കുന്ന ആ ഒരു ലൈഫാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. പക്ഷെ തമിഴ്നാട്ടിൽ അത് കമ്പയറിങ് ടു കേരളം, തമിഴ്നാട്ടിൽ അത് വളരെ കുറവാണ്. സ്നേഹം ബഹുമാനം മാത്രമല്ല, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുക, ഒരു ഫംഗ്ഷൻ വരുമ്പോ ഒരുമിച്ച് കൂടുക, അതുപോലെ പല രീതിയിലുള്ള കാര്യങ്ങളില് തമിഴ്നാട് തന്നെയാണ് മുൻപന്തിയില്. അത് ഒരിക്കലും നമുക്ക് അതായിപ്പോ നീ മുകളിൽ എഴുതിയത് പോലെ അമ്മയും പെങ്ങളെയും കുട്ടികളെയും കയറി പിടിക്കുന്ന കേസുകളൊക്കെ തമിഴ്നാട്ടിൽ വളരെ കുറവാണ്. ഹലോ, വെൽക്കം ബാക്ക്. ഇത് ആരുടെ രോദനമാണെന്ന് ഈ സ്വരം കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇത് ഒരു തമിഴത്തിയുടെ, മലയാളം സംസാരിക്കുന്ന ഒരു തമിഴത്തിയുടെ ദീനരോദനമാണ്. അപ്പോൾ മലയാളിയെ വെറ്റി ജീവിക്കുന്ന, മലയാളികളോട് ക്യാഷ് മേടിച്ച് ജീവിക്കുന്ന, മലയാളികളോട് പൈസ എരുന്ന് കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു തമിഴത്തിയുടെ ദീനരോദനമാണ് നിങ്ങളീ കേട്ടത്. അവർ പറഞ്ഞ ഓരോ പോയിന്റുകളുണ്ട്. ഇത് ഞാൻ പവർ ടോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് കേട്ടോ, അവരുടെ ലൈവിൽ കണ്ടതാണ്, അതിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ അവരതിൽ വളരെ വ്യക്തമായിട്ട് ഇതിൽ കുറച്ച് ഭാഗങ്ങളൊന്നും ഒക്കെ ക്ലിയർ അല്ലാതെ ആയിട്ടുണ്ട്. അപ്പോൾ ആ പോർഷനൊക്കെ അതിൽ നല്ല ക്ലിയർ ആയിട്ട് 2-3 തവണ പ്ലേ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഐമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇതിലും ക്ലിയർ ആയിട്ട് തന്നെ അവരത് പ്ലേ ചെയ്തിട്ടുണ്ട് ഈ വോയിസ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാൽ കേൾക്കാം. ഞാനിത് പവർ ടോക്സിൽ നിന്ന് എടുത്തതാണ്, അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുത്തതാണ്, സോറി. എന്തായാലും ഇതെനിക്ക് കുറേ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നെനിക്ക് തോന്നി. ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഇത് ചെയ്യുക എന്നുള്ളത് എൻ്റെ ദൗത്യമാണെന്ന് തന്നെ എനിക്ക് തോന്നി. ഇത് കേട്ടിട്ട് വീണ്ടും വീണ്ടും മിണ്ടാതെ ഇരിക്കുക എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ശരിയായ പ്രവണതയല്ല എന്നെനിക്ക് തോന്നി. ഒരു മലയാളിക്ക് ചേരുന്ന പ്രവണതയല്ല എന്നെനിക്ക് തോന്നി. അത് സ്വന്തം കുടുംബത്തെ ആരെങ്കിലും കുറ്റം പറഞ്ഞാലും അപമാനിച്ചാലും ഒക്കെ മിണ്ടാതിരിക്കുന്ന ആളുകൾക്ക് തുല്യമാണ് നമ്മൾ മലയാളികളെ അടപടലം ആക്ഷേപിക്കുന്ന ഈ സ്ത്രീക്കെതിരെ മിണ്ടാതിരുന്നാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് കേട്ടിട്ടും കണ്ടിട്ടും ഈ സ്ത്രീയെ ന്യായീകരിക്കുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിനും ഒരു വാല്യവും കൊടുക്കാത്ത ആളുകളാണ്. സ്വന്തം കുടുംബത്തിനും ഒരു വിലയും കൊടുക്കാതെ കുടുംബത്തെ ഒറ്റുകൊടുക്കുന്ന ആളുകളാണ് ഇത്രയധികം കേട്ടിട്ടും ഈ സ്ത്രീയെ ന്യായീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവർ. ഇനി ഓരോ പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചാനലുകളിലൊക്കെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ മുഖ്യമന്ത്രിയെ എങ്ങനെയും എന്തും ആയിക്കോട്ടെ, ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളൊന്നുമല്ല, നമ്മുടെ മുഖ്യമന്ത്രിയെ ഇമ്മാതിരി ചീത്ത വേർഡ് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യാൻ ഈ തമിഴത്തി ആരാണ്? നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം, ആരോപണങ്ങൾ ഉണ്ടാകാം, ഒക്കെ ഉണ്ടാകാം അല്ലേ? പക്ഷേ ഈ തമിഴത്തിക്ക് എന്ത് റൈറ്റാണുള്ളത്? നമ്മുടെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ, അവഹേളിക്കാൻ ഈ തമിഴത്തിക്ക് എന്ത് റൈറ്റാണുള്ളത്?
അതേപോലെ തന്നെ പിന്നെ ഒരു വെള്ളത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്. വെള്ളത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, തമിഴ്നാട്ടിൽ നിന്ന് അരിയും പച്ചക്കറിയും ഒക്കെ ലോഡ് കണക്കിന് ഇങ്ങോട്ട് കൊണ്ടുപോരുന്നുണ്ടെന്ന്. നമ്മുടെ ഈ തമിഴത്തിക്ക് വിവരമില്ല എന്നുള്ളതിൻ്റെ അടുത്ത സൂചനയാണ് കേട്ടോ. വെള്ളമില്ലാതെ ഈ തമിഴത്തി എങ്ങനെയാണ് അവിടെ തമിഴ്നാട്ടിൽ അരിയും പച്ചക്കറിയും ഒക്കെ ലോഡ് കണക്കിന് കൃഷി ചെയ്യുക? എങ്ങനെയാണ് ഒരു ദിവസം ഒന്ന് ജീവിച്ചു പോകാൻ പറ്റുക? ഒരു ദിവസം തള്ളി നീക്കുക എങ്ങനെയാണ് വെള്ളമില്ലാതെ? അപ്പം ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. ആ വെള്ളമില്ലാതെ ഈ തമിഴത്തിക്ക് തമിഴ്നാട്ടിൽ ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് പറയരുത്. അത്ര അരിയും പച്ചക്കറിയും ഏതാണ്ട് ഓസിന് തരുന്ന പോലെയാണ് പറയുന്നത്. നമ്മൾ മലയാളികൾ കൊണ്ട് തമിഴർ ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിച്ചു പോകുന്നു. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. വെറുതെ ഓസിനും ഓശാരത്തിനും ഒന്നും അല്ലല്ലോ, ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങുന്നത്. അത് നമ്മുടെ വെള്ളം കൊണ്ടുപോയിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് പറയരുത് എന്ന് തമിഴത്തി പറഞ്ഞതിന് ചെറിയൊരു രീതിയിലുള്ള ഒരു മറുപടി അതാണ്. പിന്നെ തമിഴ്നാട്ടിലെ ആളുകൾ ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്ന്, ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. മലയാളികൾ അങ്ങനെ അല്ല. അതുകൊണ്ട് തമിഴർ എന്താണ് സിഗരറ്റ് വലിക്കില്ല, കള്ള് കുടിക്കില്ല എന്നൊക്കെ ഇവർ പറയുന്നത്. അത് നമുക്ക് മനസ്സിലാകും. എനിക്കിപ്പോൾ ഈ തമിഴരോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് ആളുകളുണ്ട് തമിഴിൽ, എനിക്കിഷ്ടമുള്ള ആളുകൾ, ദേഷ്യമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം പറയുമ്പം സത്യം തന്നെ പറയണമല്ലോ, അതുകൊണ്ട് പറയുകയാണ്. തമിഴർ ആരോഗ്യകാര്യത്തിൽ എത്രയധികം ശ്രദ്ധിക്കുന്നതാണ്, ഹൈജീനിക് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അവരെ ആ വിളിച്ച് അവരെ ആ പല്ലൊന്ന് കണ്ടാൽ മാത്രം മതി. അവരുടെ പല്ല് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവരെത്രത്തോളം ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്നുള്ളത്. അതിന് വേറെ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അതേപോലെ തമിഴ്നാട്ടിൽ കൂടെ ഒന്ന് പോയി നോക്ക് നിങ്ങൾ. നമ്മൾ മലയാളികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. എവിടെയും കയറി അപ്പിട്ട് വെച്ചേക്കും. എവിടെ റോഡ് സൈഡിലും അവിടെ ഇവിടെ എല്ലാം കയറി അപ്പിട്ട് വെച്ചേക്കും. ഞാനൊരു തവണ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സംബന്ധമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് പോകേണ്ട വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഫുള്ള് ഞാൻ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട്. കാര്യം നല്ല മനോഹരമായിട്ട് കടപ്പാക്കല്ലിലൊക്കെ തീർത്ത, അല്ലെങ്കിൽ അതുപോലെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത ചെറിയ ചെറിയ ഓടുവഴികൾ, അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ കാഷ്ടിച്ച് വെച്ചേക്കാണ് ഈ മനുഷ്യർ, ഈ വൃത്തിഹീനരായ മനുഷ്യർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്ര വിവരമില്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് തോന്നിപ്പോകും നമുക്ക് അങ്ങോട്ടൊക്കെ പോയാൽ. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു 5-6 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. അതേപോലെ വളരെ മനോഹരമായ ഒരു കാഴ്ച കാണാൻ തമിഴ്നാട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്താൽ രാവിലെ ആകുമ്പോൾ ചെറിയൊരു കുപ്പി വെള്ളവുമായിട്ട് തുറസായ സ്ഥലത്തേക്ക് കാര്യം സാധിക്കാനായിട്ട് പോകുന്ന, ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന തമിഴരെ നമുക്ക് കാണാൻ പറ്റും. അത് ഞങ്ങൾ മലയാളികളിൽ കാണാൻ പറ്റില്ല. ഇതൊക്കെയാണ് വളരെ മഹനീയമായ ജീവിത രീതികൾ എന്നാണ് ഈ തമിഴത്തി പറയുന്നത്. മലയാളികളെ അങ്ങനെ കിട്ടില്ല. ഇപ്പൊ തന്നെ ഏതൊരു കാര്യത്തിലെടുത്താലും ഒരു മലയാളിയും തമിഴിനെയോ ആരെയും കയറിയിട്ട് അങ്ങോട്ട് കുറ്റം പറയാനായിട്ട് നിൽക്കില്ല അല്ലേ? പക്ഷെ നമ്മളെ ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ തിരിച്ച് മാന്തിയിട്ട് തന്നെ വിടൂ. കണ്ണിൽ വലിയ തടിക്കഷ്ണം വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മലയാളിയുടെ ചെറിയൊരു കരടെടുക്കാനായിട്ട് വരുന്നത്. ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ നോക്കി. ഇപ്പോൾ ഈ ഓരോ പ്രധാനപ്പെട്ട ടൗണുകളിൽ കൂടെ നമ്മുടെ ഈ കൊച്ചിയിലൊക്കെ എറണാകുളത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഓരോ ബസ്സുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിലെ നമ്മുടെ കേരളം എവിടെയോ പോയ പോലെ തോന്നും, നഷ്ടപ്പെട്ടതുപോലെ തോന്നും. ബസ്സിൽ കയറാനായിട്ട് പോകുന്ന ആളുകൾ, അവിടെ ബസ് സ്റ്റോപ്പിലൊക്കെ ചടഞ്ഞ് കിടക്കുന്ന ആളുകൾ, ബസ്സിൽ കയറിയാലോ ഇവറ്റകൾ ഫോൺ ചെയ്യുന്നതാണ്. ഇവിടുന്ന് ഫോൺ ചെയ്താൽ തമിഴ്നാട്ടിൽ കേൾക്കാം. അത് ഫോൺ വഴിയല്ല, അല്ലാതെ ഡയറക്റ്റ് കേൾക്കാം. അതേപോലെ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലാണ് പെരുമാറ്റം ഇവറ്റകളുടെ. കാക്കക്കൂട്ടി കല്ലെറിഞ്ഞോലെ വെറുതെ കിടന്ന് ചിലയ്ക്കുക. ഒരു പേഴ്സണൽ കാര്യമാണെങ്കിലും വിളിച്ചു പറയുന്നത് ഒരു വിവരവും ബോധവും ഇല്ലാതെ സംസാരിക്കുന്ന ആളുകൾ. ഇത് എനിക്ക് പേഴ്സണൽ വൈരാഗ്യമുള്ളത് കൊണ്ട് പറയുന്നതല്ല. ഈ ഒരു തമിഴത്തി കേരളത്തെ പറ്റിയിട്ട് ഇത്രയധികം അപമാനിച്ചത് കൊണ്ട് തന്നെ പറയുന്നതാണ്. ഇതൊക്കെ ഉള്ള കാര്യമാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ മലയാളികളെ. നമുക്കൊരു സംസ്കാരമുണ്ട്, ഒരു പൈതൃകമുണ്ട്. മലയാളി എന്ന് പറഞ്ഞാൽ മലയാളികളെ കണ്ടാൽ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്ത്രീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് മലയാളികൾ കൊള്ളില്ല, മലയാളികൾ വളരെ മോശമാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മലയാളിയാണെന്ന് എന്തിനാണാവോ പറയുന്നത്? വെറും വെറുതെ പറയുന്നതാണ്. ഈ സ്ത്രീയെ കണ്ടാൽ അറിയാം അവർ തമിഴത്തി തന്നെയാണ്. അവരുടെ ഡ്രസ് സെൻസ് കണ്ടാൽ അറിയാം അവർ തമിഴത്തിയാണ്. മലയാളികൾക്കൊക്കെ അവരുടേതായ ഒരു സെൻസ് ഉണ്ട്, അവരുടേതായ ഒരു കൾച്ചർ ഉണ്ട്. അത് എത്രയാണെന്ന് പറഞ്ഞാലും തമിഴർക്ക് അവരുടേതായ രീതിയാണ്. അത് കുറ്റവും കാര്യമൊന്നുമല്ല. പക്ഷെ അവർക്ക് അവരുടേതായ ഒരു രീതിയിലാണ് അവർ ഡ്രസ്സ് ധരിക്കുക, ഓർണമെൻറ്റ് സെലക്ഷൻ ഒക്കെ
അവരുടേതായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, മലയാളികളെയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഈ സ്ത്രീ ശരിക്കും തമിഴത്തി തന്നെയാണ്. അതിന് വേറെ ഒരു മാറ്റവും ഇല്ല. എവിടുന്നോ എങ്ങനെയോ ആരോ കുറച്ച് നാൾ കേരളത്തിൽ വന്ന് കുടിയേറി പാർത്ത് കുറച്ച് മലയാളം പഠിച്ചു, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അമ്മയുടെ തറവാട് അവിടെയുണ്ട്, അച്ഛൻ്റെ തറവാട് അവിടെയുണ്ട് എന്നൊക്കെ പറയുന്നു. അവിടെ ഒരു അഡ്രസ്സും ഇല്ല, അവിടെ എവിടെയോ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി പിന്നെ എന്നിട്ട് ഈ സ്ത്രീ തമിഴരെ എങ്ങനെ കമ്പയർ ചെയ്യാണ്, തമിഴരെയും മലയാളികളെയും തമ്മിൽ അങ്ങോട്ട് കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ലെന്നാണ് പറയുന്നത്. തമിഴരാണത്ര എല്ലാത്തിനും എന്തിനൊക്കെയോ മുമ്പിൽ. ഈ തമിഴർക്ക് ജീവിക്കണമെങ്കിൽ ഇതേപോലെ മലയാളികൾ വേണം. പിന്നെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ പണ്ട് കാലം തൊട്ടേ ഈ വീടുകളിൽ കൂടെ, നമ്മുടെ വീടുകളിൽ കൂടെ എന്തെങ്കിലും അമ്മ വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് ഭിക്ഷയ്ക്കായിട്ട് വരുന്ന ആളുകളാരാ? തമിഴരാ. എൻ്റെയൊക്കെ നമ്മുടെയൊക്കെ വീടിൻ്റെ അതിലേ വന്നേക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. നമ്മൾ മലയാളികൾ എവിടെയും തമിഴ്നാട്ടിൽ പോയി അങ്ങനെ ഭിക്ഷ എടുത്തായിട്ട് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ കുറുവാ സംഘം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര വലിയ അതിക്രമങ്ങൾ കാണിക്കുന്ന ആളുകളാരാ? തമിഴരാ. നമ്മൾ മലയാളികളുടെ ഒരു മലയാളി സംഘവും ഇല്ല തമിഴ്നാട്ടിൽ പോയി അങ്ങനെ കട്ടുമുടിച്ച് കൊള്ള ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നത് അല്ലേ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഈ ബസ്സിലൊക്കെ പിടിച്ചു പറിക്കുന്ന സ്ത്രീകൾ, കുട്ടികളെയുമായിട്ട് കയറിയിട്ട് ആളുകളുടെ മാലയും സ്വർണ്ണാഭരണങ്ങളൊക്കെ പിടിച്ചു പറിക്കുന്ന സ്ത്രീകൾ, അവരും തമിഴരാ. അപ്പോൾ തമിഴരുടെ വലിയ ക്വാളിറ്റിയാണ് ഈ സ്ത്രീ പറയുന്നത്. നമ്മൾ മലയാളികൾ എവിടെയും തമിഴ്നാട്ടിൽ പോയി അവരുടെ ബസ്സിൽ കയറിയിട്ട് പിടിച്ചു പറിക്കാനും സ്വർണം മോഷ്ടിക്കാനും കുറുവാ സംഘമായിട്ട് നടക്കാനും ഭിക്ഷ എടുക്കാനും ഒന്നും നടക്കുന്നില്ല. അത് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ വ്യക്തിത്വം അതാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് അതാണ്. അതില്ലാത്തവർ ഇതൊക്കെ ഉള്ളവരെ കാണുമ്പോഴത്തേനും കുറേ ഇങ്ങനെ അങ്ങോട്ട് കടന്നിട്ട് കുരയ്ക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതി. പിന്നെ മലയാളി ഇപ്പം പണ്ടൊക്കെ മലയാളി എവിടെ പോയാലും ചെയർ കിട്ടും, ഇപ്പം ചെരുപ്പിന് ഏറ് കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെരുപ്പിന് ഏറ് കിട്ടുന്ന മലയാളി എനിക്കറിയില്ല. തമിഴർക്ക് കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കുറുവാ സംഘത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇതുപോലെ ഭിക്ഷാടനത്തിന് നടന്നിട്ട് വീട് കണ്ടുവച്ചിട്ട് കക്കാൻ കയറുന്ന ആളുകൾക്കും പോലെ ബസ്സിൽ കയറിയിട്ട് പിടിച്ചു പറിക്കുന്ന തമിഴത്തികൾക്കും ഒക്കെ ഇഷ്ടം പോലെ ചെരുപ്പിന് ഏറ് കിട്ടുന്നുണ്ട്. മലയാളികൾക്ക് കിട്ടിയതായിട്ട് എനിക്കറിയില്ല. ഉദാഹരണ സഹിതം ഇവിടെ മുമ്പിൽ കിടക്കുമ്പോഴാണ് മലയാളികളെ വന്നിരുന്നിട്ട് തരം താഴ്ത്തി കാണിക്കുന്നത് ഈ സ്ത്രീക്ക് മലയാളികളുടെ ക്യാഷ് വേണം. മലയാളികളുടെ കൊച്ചിനെ പഠിപ്പിക്കാൻ മലയാളികളുടെ അടുത്ത് തെണ്ടണം. മലയാളികൾ തന്നെ ക്യാഷ് കൊടുക്കണം. ബിഗ് ബോസ് തമിഴിലുണ്ട്, ബിഗ് ബോസ് ചെയ്യില്ല, അതിൻ്റെ റിവ്യൂ ചെയ്യില്ല. മലയാള റിവ്യൂ ആകാനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാ മലയാളികളും. യൂട്യൂബ് ചാനൽ, എന്നാൽ പിന്നെ ഇവർക്ക് മലയാളത്തിൽ അങ്ങ് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പോരെ. ഇതേപോലെ ഇരുന്ന് ഘോരം തമിഴ് മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പ്രഹസനം കാണിച്ച തമിഴന്മാർ കാണില്ലേ, കുറേ പിച്ച ഇട്ട് കൊടുക്കില്ലേ? എന്തിനാണ് മലയാളികളുടെ പിച്ച എടുക്കാൻ നടക്കുന്നത്? അതിനും മലയാളി തന്നെ വേണം. ഈ സ്ത്രീക്ക് ജീവിക്കണമെങ്കിൽ മലയാളി വേണം, എല്ലാ കാര്യത്തിനും മലയാളി വേണം. കൊച്ചിനെ പഠിപ്പിക്കണമെങ്കിൽ മലയാളി വേണം, എല്ലാത്തിനും. എന്നിട്ട് ഇതെല്ലാം മേടിച്ച് കൈപ്പറ്റിയിട്ട് മലയാളിയെ കുറ്റവും പറയും. പിന്നെ പറയുന്നു ദണ്ടച്ചോറ് തിന്ന് വളരുന്നവരാണ് മലയാളികൾ, വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യൂ. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ മലയാളത്തിൽ വയലിൽ ഇറങ്ങി പണിയില്ല അത്രേ, പാടത്തിറങ്ങി പണിയില്ല, തമിഴ്നാട്ടിൽ പണിയുമെന്ന്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഈ സ്ത്രീയുടെ മകളെ തന്നെ ഈ സ്ത്രീ പറയുന്നത് കേട്ടില്ലേ? ഈ സ്ത്രീ കട വെച്ചുകൊണ്ടിരിക്കുന്ന മകളുടെ സ്കൂൾ വണ്ടി വരുമ്പോൾ നാണക്കേടാണത്രേ. അപ്പോൾ അതിൻ്റെ ബെറ്റർ എക്സാമ്പിളാണ് നമ്മളോട് മലയാളികളെ പറയുന്നത്. മലയാളികൾക്ക് ശരിയാ, കുറച്ചൊരു എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, വൈറ്റ് കോളർ ജോബ് വേണം എന്നൊക്കെ കുറച്ചൊരു നിർബന്ധമുള്ള ആളുകളാണ്. അതെങ്ങനെയാണ് സ്ത്രീയെ തെറ്റാകുന്നത്? അത് ഞങ്ങളുടെ പാരമ്പര്യമാണ്, ഞങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വെൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും പാടത്ത് പോയി പണിയെടുക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളത് ഞങ്ങൾ കുറ്റം പറയാൻ വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ആളുകൾക്ക് ചിലപ്പം അത് ചെയ്യാനല്ലായിരിക്കും ഇഷ്ടം. അത് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തോന്നിപ്പോകുന്നതാണ്. ഒന്ന് ക്ഷമിച്ചേക്ക്. വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണത്. വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഈ വിളിച്ചു പറയുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ മലയാളികൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടി സമ്പാദിക്കുന്നത് കൊണ്ടാണ് തമിഴന്മാർ അവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവർ പറയുന്ന വിലയ്ക്ക് മേടിച്ച് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? തമിഴ്നാട് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് മനസ്സിലായോ? അപ്പോൾ ഒന്നും അറിയാതെ വെറുതെ കടന്ന് ചിലാന്ന് ചിലക്കരുത്. മലയാളിയെ വെച്ചിട്ട് മലയാളിയെ വിറ്റ് തന്നെ ജീവിക്കണം. എന്നിട്ട് മലയാളിയെ വന്നിരുന്നിട്ട് ഇങ്ങനെ കുറ്റവും പറയണം. ഇതിലൊക്കെ സങ്കടം എന്താണ്? ഇതുപോലും മലയാളിയെ കുറ്റം പറഞ്ഞിട്ടും കുറച്ച് പമ്പര വിട്ടികളായ ഏഴാം കൂലികൾ ഇപ്പോഴും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്വന്തം കുടുംബത്തിനൊരു വിലയും നിലയും കൊടുക്കാത്തവരാണ് ഇതേപോലെയുള്ള ഏഴാം കൂലിയെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം നമ്മുടെ കുടുംബത്തെ കുറ്റം പറഞ്ഞാൽ നമ്മൾ എത്ര നേരം മിണ്ടാതിരിക്കും, സൈലൻ്റ് ആയിട്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മലയാളികളെ അടച്ചാക്ഷേപിക്കുന്ന ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് തരം മനുഷ്യരാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെയും
പിന്നെയും 10-16 വയസ്സായ ഒരു കുഞ്ഞുള്ള ഒരു തള്ളച്ചി വന്നിരുന്ന് പറയുകയാണ്. ഇത് 2025 പറഞ്ഞതാണെന്ന് ഈ വോയിസിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. 2025 12 കാമുകന്മാർ, കുറഞ്ഞത് 12 പേരെങ്കിലും ഉണ്ടെന്ന്. എന്ത് അഹങ്കാരമായിട്ടാണ് ഇവർ പറയുന്നത്? അവർ പ്രപ്പോസ് ചെയ്ത് ഒരെണ്ണം വീഡിയോ കോൾ ചെയ്യുന്നത് ഇപ്പോഴും ഉണ്ട്. അതാണ് നാണമുണ്ടോ ഈ വൃത്തികെട്ട സ്ത്രീക്ക്? ഒരല്പം ഉളുപ്പുണ്ടോ ഈ സ്ത്രീക്ക്? ഇപ്പോഴും ഇരുന്ന് കാണിക്കുന്ന ആ കുട്ടിക്ക് എന്തൊരപമാനമാണ്. ഒരമ്മ എന്ന നിലയ്ക്ക് ഈ സ്ത്രീ എന്തൊരപമാനമാണ്, എന്തൊരാക്ഷേപമാണ്. എന്നിട്ട് ഇത് കണ്ടിട്ടും കൈയടിക്കുന്ന മലയാളികളോട് ഒന്നും പറയാനല്ല. നിങ്ങളാണ് ഒറ്റുകാര ചാരന്മാർ എന്ന് പറയേണ്ടി വരും. കാര്യം കേരളത്തെ ഇത്രയധികം അടച്ചാക്ഷേപിക്കുന്ന ഈ സ്ത്രീയെ, ഇത്രയധികം വൃത്തിഹീനമായ അറ്റ് എ ടൈം 10-12 കാമുകന്മാരെ വെച്ചുകൊണ്ട് നടക്കുന്ന, ഹോട്ടൽ വഴി കയറി ഇറങ്ങി നടക്കുന്ന, അപ്പോൾ ഈ അനൂപിൻ്റെ സ്ഥാനം എവിടെയായിരുന്നാവോ? ഈ 2025 തന്നെയാണ് ഇവർ പറഞ്ഞ ഇത്രയും പേരുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പം വന്നു പെട്ടതാണോ അനൂപിനെ? ഇത്രയധികം ആളുകളുള്ള ഈ സ്ത്രീക്ക് എന്തിനാണ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത, സാമ്പത്തികമായിട്ട് തീരെ താഴ്ന്ന നിലയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് വലിച്ചു കൊണ്ടുപോകേണ്ട കാര്യം എന്തായിരുന്നു? വേറെ ആരും വന്നില്ല. വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വലിയ ജോലിയൊക്കെയുള്ള, കൂലിയൊക്കെയുള്ള ആരും വന്നില്ല. ഇയാളെ അങ്ങോട്ട് ഞാൻ മതിയോ എന്ന് ചോദിച്ച് തൂങ്ങിപ്പിടിച്ച് പോകേണ്ട കാര്യം എന്തായിരുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്സിഡൻറ്റ് സംഭവിച്ചാൽ തമിഴ്നാട്ടിലാണെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ അവരെ എടുത്തു പൊക്കി ബോഡി ടച്ച് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. കേരളത്തിലെ മണഗുണാഞ്ചന്മാർ നോക്കി നിൽക്കുന്ന, നീയൊക്കെ കടന്നാൽ ചിലപ്പോൾ നോക്കി നിൽക്കുമായിരിക്കും, എനിക്കറിയില്ല. ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു അനുഭവവും ഉണ്ടായിട്ടില്ല. കേരളീയർക്ക്, കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. നീ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ കാരണം ഉണ്ടാവും. ഒരു തമിഴത്തെയും അത് പറഞ്ഞിട്ട് കേരളത്തെ ഇകഴ്ത്താനായിട്ട് ഇങ്ങോട്ട് പോരണ്ട. പിന്നെ ഈ സ്ത്രീ ഒരു ലൈവിൽ വെല്ലുവിളിക്കുന്ന കേട്ടെ. ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ലൈവിൽ ഞാൻ ആ ഭാഗം കണ്ടു കേട്ടോ. എനിക്ക് കാണേണ്ടതായിട്ട് വന്നു ആ ഭാഗം. എന്താണ്, സനുവിനെ ലോഡ്ജിൽ കണ്ടോ? ഡ്രസ്സില്ലാതെ കണ്ടോ? ഇല്ലല്ലോ. അയ്യോ, സനുവിനെ ലോഡ്ജിൽ പോയിക്കൂടാ. എന്തിനാണ് കേരളത്തിലെ ലോഡ്ജിൽ വരുന്നത്? ഇവർക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങാൻ ലോഡ്ജില്ലേ? കേരളത്തിൽ ലോഡ്ജിൽ പോയിക്കൂടാ. അയ്യോ, താമസിച്ചുകൂടാ. ഒരാണിൻ്റെ കൂടെ താമസിച്ചുകൂടാ. തുണിയില്ലാതെ കണ്ടോ? തുണിയില്ല. ഒരു നൈറ്റി എടുത്ത് മേളിക്കടി ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം നിങ്ങളാണല്ലോ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് നൈറ്റി. അതെടുത്ത് മേളിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ തുണിയില്ലാതെ കണ്ടോ എന്ന് ചോദിച്ചില്ലേ? കണ്ടു. നിങ്ങളെയല്ല, നിങ്ങളുടെ കൂടെയുള്ള അയാളെ കണ്ടു. ഒരു തോർത്ത് മാത്രം ഉടുത്തിട്ട് കണ്ടു നിങ്ങളുടെ കൂടെയുള്ള ആ വ്യക്തിനെ. അതുപോലെ, അത്രയും തെളിവ് പോരെ? ഇനി അതിലും കൂടിയ തെളിവ് വേണോ? എങ്ങനെയാണ് ഒരു പുരുഷൻ, അന്യപുരുഷൻ വന്നിട്ട് ഒരു സ്ത്രീയുടെ നൈറ്റി മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ കൂടെ തോർത്ത് മാത്രം കൊടുത്ത ഒരു പുരുഷൻ, അതിൽ കൂടുതൽ വല്ലതും വേണോ? നിനക്ക് നാണമുണ്ടോ? ഒരു അല്പമെങ്കിലും ഉളിപ്പുണ്ടോ? ഇത്രയൊക്കെ കണ്ടിട്ടും വീണ്ടും വന്നിട്ട് ചിലന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന് ചിലയ്ക്കാനായിട്ട്. വേണ്ട, പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിടുന്ന കേസാണ്. പിന്നെയും മലയാളികൾക്ക് നേരെ കുരയ്ക്കാൻ വന്ന, മലയാളികളെ ആക്ഷേപിക്കാൻ വന്ന, വീണ്ടും മലയാളികൾക്ക് നേരെ ഇങ്ങനെ. തമിഴ്നാട്ടിൽ ഒന്നും ചെയ്യാനില്ല അവർക്ക്. തമിഴർ മൈൻഡ് ചെയ്യത്തില്ല അവരെ. തമിഴരെ ഒരു വിലയും കൊടുക്കില്ല. ഒരു നേരം ഫുഡ് കഴിക്കണമെങ്കിൽ കേരളത്തിലെ ആളുകൾ കനിയണം. ഒരു യൂട്യൂബ് ചാനൽ വരെ മലയാളത്തിൽ സംസാരിച്ച് കേരളീയർക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടേക്കുന്നത്. അതിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത്. അതുപോലും തമിഴിൽ ചെയ്യില്ല. ചെയ്തിട്ട് കാര്യമില്ല. ആരും വകവയ്ക്കില്ല. എന്നിട്ട് മലയാളിയുടെ ചോറും തിന്ന് അവരോട് പൈസയും മേടിച്ച് എല്ലാം ചെയ്ത് ഇതുവരെ എത്തിയിട്ട് വീണ്ടും മലയാളിയെ കുറ്റം ചെയ്യുന്ന ഒരു നികൃഷ്ട ജീവി. ഇത് കണ്ടിട്ടെങ്കിലും, ഈ വോയിസ് കേട്ടിട്ടെങ്കിലും ഒരാൾ മാറ്റി ചിന്തിച്ചാൽ അത്രയും നല്ലത്. അതേ എനിക്ക് പറയാനുള്ളൂ.